ഇനി നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വരുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇവർ രണ്ടുപേരും വയനാട്ടിലെത്തും. രാവിലെ 10 മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഇരുവരും ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലേക്ക് എത്തുക. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 6 ദിവസമായി വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനാണ് ഇരുവരും എത്തുന്നതെങ്കിലും KPCC നേതൃത്വവുമായി കൂടിക്കാഴ്ചയുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, പ്രിയങ്ക ഗാന്ധി നിലവിൽ തന്നെ സന്ദർശനത്തിലാണ് വയനാട്. ഇനിയിപ്പോൾ സോണിയയും രാഹുലും കൂടി എത്തുമ്പോൾ ഒരു സ്വകാര്യ സന്ദർശനമാണ് ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ മറ്റ് രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള സാധ്യത എത്രത്തോളം? ജിൻസി, തീർച്ചയായും മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി വയനാട്ടിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. NM വിജയന്റെ മരുമകളുടെ ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ KPCC നേതൃത്വവും AICCയുടെ നേതൃത്വവും എല്ലാം ഇന്ന് വയനാട്ടിലുള്ളത്. ഏറ്റവും പ്രധാനമായി രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതിന് മാത്രമല്ല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇന്ന് വയനാട്ടിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഗ്രൂപ്പ് തർക്കങ്ങളുടെ കൽപ്പറ്റയിൽ ഇന്ന് KPCC നേതൃയോഗം, DCC നേതൃയോഗം ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി വയനാട്ടിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നത്തെ DCC നേതൃയോഗത്തിൽ ചർച്ചയാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.